ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പിക്കേ. നീ എന്ത് ഞെരുക്കത്തിലാണ് ഇന്നായിരിക്കുന്നത്? ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. കുടുംബത്തിൽ ബന്ധ തകർച്ചകളിലെ ഞെരുക്കമായിരിക്കും. കൂട്ടത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് ചിന്തയുണ്ടാവും. അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില കാര്യങ്ങളിൽ നീ ഭാരപ്പെട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ നിനക്കുണ്ടായ ചില രോഗങ്ങൾ, അതോടൊപ്പം തന്നെ നീ ഇന്ന് കടന്നു പോകുന്ന ചില മേഖലകൾ, സാമ്പത്തികമായ ഞെരുക്കം, മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ ഒരു ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ മറ്റുള്ളവർ അപഹരിച്ചെടുത്തുകൊണ്ടുപോയി പറ്റിക്കപ്പെട്ടു. വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈശോയോട് പറ, ഈശോയെ എൻ്റെ ഉള്ളിലുള്ള ഞെരുക്കം ഇതാണ്. പലതരത്തിലുള്ള പറ്റിക്കപ്പെടലുകൾക്ക് ഭാഗമായവർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനി എന്തു ചെയ്യും? അധ്വാനിച്ചത് മുഴുവൻ കയ്യിൽ നിന്ന് പോയി, എന്തു ചെയ്യുമെന്ന് വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഒരു നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പണം കടം കൊടുത്തവരാണ്, പക്ഷെ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥലം വിൽപ്പന വാങ്ങൽ, അതിനോട് ബന്ധപ്പെട്ട് പണം കൊടുത്തു, പക്ഷെ പിന്നീട് ഒന്നും നടക്കുന്നില്ല, വല്ലാത്ത ഞെരുക്കമുള്ളവരുണ്ട്. പഠനം കഴിഞ്ഞു ഒരു നല്ല ജോലി കിട്ടാത്തതിന് ഞെരുക്കത്തിലുണ്ട്. വിവാഹാലോചനകൾ പലതും വരുന്നു, ഒന്നും അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഞെരുക്കത്തിലുള്ളവരുണ്ട്. വീട് പണി നടത്തണമെന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് ഞെരുക്കത്തിലുള്ളവരുണ്ട്. അങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഭാവിയിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഇതാ നിന്നോട് ഈശോ പറയുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക. ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നീ ധൈര്യമായിരിക്കുക, ഭാരപ്പെടരുത്, നീ വിഷമിക്കരുത്, നീ ധൈര്യമായിരിക്കുക. ഈ ഞെരുക്കത്തിൽ ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത് പോലെ ഈ ഞെരുക്കത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറും. ലോകം മുഴുവൻ പലതരത്തിൽ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാൻ പറ്റാതെ ഈ ഞെരുക്കം നിന്റെ ഉള്ളിലുള്ളപ്പോൾ ഈ ഞെരുക്കത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ധൂർത്തപുത്രന്റെ ജീവിതത്തിൽ അവൻ ഞെരുക്കത്തിലൂടെ കടന്നുപോയത് അത് അവൻ്റെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റിമറിച്ചതുപോലെ കർത്താവേ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഞെരുക്കം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ ജീവിത വഴികളിൽ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. കൈകൾ ഉയർത്തിപ്പിടിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ ഞെരുക്കം എന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിനോട് പറയുക, യേശുവേ, ഇന്നതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ സങ്കടം, എൻ്റെ ജീവിതം ഇതാണ്. യേശുവിന് കൊടുത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യേശുവിനെ സ്തുതിക്കുക, യേശുവിന് നന്ദി പറയുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ. പോരാ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, നാവ് തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ, യേശുവേ, ഈ രോഗം, ഈ കഷ്ടത, ഈ ഞെരുക്കം, ഈ സാമ്പത്തിക ഞെരുക്കം, ഈ ബന്ധ തകർച്ച കർത്താവേ ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന
ആരാധന ആരാധന ആരാധന. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ദൈവമേ ആരാധന കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലാണ് പങ്കെടുക്കുന്നത്. കർത്താവ് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ നമ്മുടെ മേൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിൽ ആ കൈയൊന്ന് വെച്ച് അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഞെരുക്കത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ പലരോടും പലതരത്തിലുള്ള ഭാരങ്ങളുണ്ടാവും, ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം ഉണ്ടാവും. നിന്നെ പറ്റിച്ചവര്, നിന്നെ വിഷമിപ്പിച്ചവര്, നിന്നെ കരയിപ്പിച്ചവര്, നിന്റെ ഉറക്കം കളഞ്ഞവര്, അങ്ങനെ ഈ ഞെരുക്കത്തിൽ അനേകരോട് നിനക്ക് അസ്വസ്ഥതയുണ്ടാവും. നീ ഒരുപക്ഷെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ, എന്നാലും ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ലല്ലോ എന്നിങ്ങനെ അനേക ഞെരുക്കുന്ന കാര്യങ്ങളെ ഓർത്ത് നിനക്ക് ഭാരമുണ്ടാകും. ഇപ്പോൾ അവരുടെ ശിരസിൽ കൈകൾ വെച്ച് കണ്ണടച്ച് ആ ഞെരുക്കം ഒരു അനുഗ്രഹമാണ്. നിന്നെ ഈ വ്യക്തി വിഷമിപ്പിച്ചത് അതൊരു അനുഗ്രഹമാണ്. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, അത് ഏറ്റെടുക്കുന്നു. ആ വ്യക്തിയെ മനസ്സിൽ കണ്ട്, ആ സംഭവത്തെ മനസ്സിൽ കണ്ട്, നീ അനുഭവിക്കുന്ന ഞെരുക്കത്തെ മനസ്സിൽ കണ്ട് കർത്താവെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഈ വിഷയത്തിൽ ഇടപെടട്ടെ. ഇപ്പോൾ ഈ നിമിഷം ആ സംഭവങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും എല്ലാം സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, ഞങ്ങൾ ആ വിഷയത്തിൽ അത്ഭുതകരമായ ഒരു ദൈവിക പ്രവൃത്തി വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. സംഭവിക്കപ്പെടട്ടെ. ഓ കർത്താവെ, അത് സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. നിന്റെ കുടുംബത്തിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നിന്റെ ബന്ധങ്ങളിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട്, നിന്റെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ കർത്താവേ, നിന്റെ അഗ്നി എന്നിൽ വെളിപ്പെടട്ടെ കർത്താവേ. എന്നെ കർത്താവേ വീണ്ടും ഒരു ശക്തമായ ഒരു ഉപകരണമാക്കണമേ. ഓ കർത്താവേ, എന്നിൽ അഗ്നി നിറയണമേ. പ്രാർത്ഥിച്ച വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് ആ വ്യക്തിയെ അനുഗ്രഹിക്കുക. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഈ ഞെരുക്കം ഒരു അനുഗ്രഹമാണ്. ഓ കർത്താവെ, അഗ്നി എന്നിൽ നിറയണമേ. ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് അൾത്താരയിലേക്ക് തിരിഞ്ഞ് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത്, നമുക്കറിയാവുന്ന ഒരു ഗാനത്തിൻ്റെ വരികളാണ്. ഓ കർത്താവെ, അഗ്നി എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഇതെന്നിൽ നിറയണമേ. കർത്താവെ, എന്നെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ഈ ഞെരുക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം അവസാനിച്ചു, കരിക്കട്ട പോലെ ആയിത്തീർന്ന എൻ്റെ ജീവിതത്തെ കർത്താവെ ഒന്ന് ഊതി കത്തിക്കണമേ. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം. പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് ശക്തമായ ബോധ്യങ്ങൾ നൽകുന്നുണ്ട്, അതിശക്തമായ ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. കർത്താവിൻ്റെ കാരുണ്യമാണ്. നന്ദി പറഞ്ഞു സ്വീകരിക്കട്ടെ. ഓ കർത്താവെ, അഗ്നി എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അഗ്നി ഓ കർത്താവേ, അഗ്നി എന്നിൽ. ആഗ്രഹിച്ച് പാടിക്കേ. അഗ്നി എന്നിൽ. ആഗ്രഹിച്ച് പാടിക്കേ. അഗ്നി
അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ. അശുദ്ധിയെല്ലാം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവജനത്തിന് സംഭവിക്കപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ചാമ്പലാകട്ടെ. ഓ കർത്താവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും കർത്താവിന്റെ അഭിഷേകം നൽകുന്നു. അനേകർക്ക് പരിശുദ്ധാത്മാവ് ബോധ്യങ്ങൾ നൽകുന്നു. പരിശുദ്ധാത്മാവ് അനേകർക്ക് ബോധ്യങ്ങൾ നൽകുന്നു. വിശ്വസിക്കുന്നവരത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നിന്റെ ഞെരുക്കം ഇതൊരവസാനമല്ല. ഭാരപ്പെടേണ്ട. ഈ അടുത്ത ദിവസങ്ങളിൽ വലിയൊരു രോഗപീഠ അറിഞ്ഞതിന് ശേഷം വലിയ മാനസിക ദുഃഖത്തിൽ കഴിയുന്ന സഹോദര, വിഷമിക്കേണ്ട. കർത്താവ് ഈ ഞെരുക്കത്തെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം ഇതാ സഹോദരന് സന്ദേശമായിട്ട് നൽകുന്നു. വിഷമിക്കേണ്ട. ലാസർ രോഗിയാണെന്നറിഞ്ഞപ്പോൾ ഇതാ മർത്തായും മറിയവും ദൂതനെ യേശുവിന്റെ പക്കലേക്ക് വിട്ടു. ആ ദൂതനോട് യേശു പറഞ്ഞ സന്ദേശം, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് പ്രത്യുത ഇത് ദൈവ മഹത്വത്തിനുള്ളതാണ്. നീ ഇന്ന് കടന്നു പോകുന്ന ഞെരുക്കം ഇതൊരവസാനമല്ല, മറിച്ച് ദൈവം ഇടപെടാനുള്ള ഒരവസരമാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കണം. ഭാരപ്പെടേണ്ട. സാമ്പത്തിക തകർച്ചയുടെ മുമ്പിൽ നിൽക്കുന്ന കുടുംബമേ, ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. കോടതി കേസിൽ വിഷമിക്കുന്ന കുടുംബമേ, നീ വിഷമിക്കേണ്ട. പുറപ്പാട് 14:14 കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നീ ശാന്തമായിരുന്നാൽ മതി. നിനക്ക് വേണ്ടി ഒരുക്കിയ കള്ളക്കേസുകൾ ഒന്നും നിലനിൽക്കില്ല. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് പറയുന്നു, വിഷമിക്കേണ്ട. ഈ കണ്ണുനീര്, ഈ ഞെരുക്കം ഒരു അനുഗ്രഹമാക്കി മാറ്റും. അയൽവാസികളോട് വഴക്കിന് പോകണ്ട. ഇതൊരു അനുഗ്രഹമാക്കി കർത്താവ് മാറ്റും. നീ വിഷമിക്കേണ്ട. നീ ഭാരപ്പെടേണ്ട. നിന്റെ ജോലി മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിനക്ക് ദൈവം ഒരു പ്രവൃത്തി നൽകും. നീ വിശ്വസിക്കൂ. കാരണം നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവമാണ്. നിന്നിൽ പ്രവർത്തിക്കും. കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. സോഷ്യൽ മീഡിയയിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അനേകർക്ക് വലിയൊരു പ്രചോദനം നൽകുന്നു. ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെയോ കർത്താവ് ശക്തമായ പ്രചോദനം നൽകുന്നു. സോഷ്യൽ മീഡിയയിൽ വചനം പറയാൻ, വചനം പഠിപ്പിക്കാൻ, മറ്റുള്ളവരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. മകൻ സെമിനാരിയിലാണ്. അമ്മതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. മകന്റെ വൈദിക ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അത് അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ്. അനേക സെമിനാരിക്കാർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചോ. അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും മകന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തട്ടെ. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. വലിയൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തി കടന്നു വരട്ടെ. എല്ലാവരും ഈ നിമിഷം 2 കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ. കർത്താവെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലോ പരിചയത്തിലോ നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കിടയിലോ നിങ്ങളുടെ ഇടവകയിലോ നിങ്ങൾ ഇന്നോളം കണ്ടുമുട്ടിയിട്ടുള്ള സമകലരെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് വൈദിക വിദ്യാർത്ഥികളെ സമർപ്പിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തീഷ്ണതയുള്ള വചനം പറയുന്ന അനേക വൈദികര് ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. ശക്തിയുള്ള അഭിഷേകം നിറഞ്ഞ അനേക വൈദികരെ കർത്താവെ ഈ കാലഘട്ടത്തിൽ ഒരുക്കണമേ. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചോ. കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു പുത്തൻ അഭിഷേകം കർത്താവെ അങ്ങ് ചൊരിയണമേ. ആഗ്രഹിക്കട്ടെ. കണ്ണുനീരോടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കർത്താവേ, ഈ ദിവസങ്ങളിൽ വൈദിക വൃത്തിയിലോട്ട് പ്രവേശിക്കുന്ന, പൗരോഹിത്യ ശുശ്രൂഷയിലോട്ട് കടന്നു വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ ശക്തി ഈ ദിവസങ്ങളിൽ സംഭവിക്കപ്പെടട്ടെ. ഒരു കാരണവശാലും ഒരു തടസ്സവും ഉണ്ടാവാതിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ കൂപ്പാം. ദൈവസന്നിധിയിൽ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി കരങ്ങൾ കൂപ്പുമ്പോൾ ഇന്ന് കേട്ട വചനം മറക്കരുത്. ഞെരുക്കങ്ങളിൽ ശാന്തത കൈവിടരുത്. പലതരം ഞെരുക്കങ്ങളുണ്ടാവും. പക്ഷേ ശാന്തത കൈവിടരുത്.
ഈശോ പറയാണ് ധൈര്യമായിരിക്കണം, ധൈര്യമായിരിക്കണം. കാരണം ഈ ലോകത്തെ അവൻ കീഴടക്കിയിരിക്കുന്നു. യേശു കീഴടക്കി. ആ യേശു നിന്റെ ഉള്ളിലുണ്ട്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം, യെസ്, ജീസസ് ഈസ് വിതിൻ മീ. എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒന്നിൻ്റെ മുമ്പിലും ഭയപ്പെട്ടു പോവുകയില്ല. ഈ ഞെരുക്കം ഇത് അനുഗ്രഹമാണ്. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.